ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد 19ാമത്തെ ഹദീസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിർ ബിൻ ഹുബൈഷ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം. അതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി അദ്ദേഹം സഫ്വാൻ ബിൻ അസ്സാൽ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചതാണ് സംഭവം. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ പ്രശ്നം ഖുഫയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഖുഫയിൽ തടവുക എന്നത് അദ്ദേഹത്തിന് ഒരു പുതിയ കാര്യമായി തോന്നി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, കാന യമുറുന ഇദാ കുന്ന സഫറൻ അല്ലാ നൻസിഅ ഖിഫാഫന സലാസത അയ്യാമിൻ വലയാലിഹിന്ന ഇല്ലാ മിൻ ജനാബ. ഞങ്ങൾ യാത്രയിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചു, അല്ലാ നൻസിഅ ഖിഫാഫന, ഞങ്ങളുടെ ഷോക്സ് കാലുറ ഊരേണ്ടതില്ല, സലാസത അയ്യാമിൻ വലയാലിഹിന്ന 3 രാത്രിയും അതിൻ്റെ പകലും, ഇല്ലാമിൻ ജനാബത്തിൻ വലിയ അശുദ്ധി ഉണ്ടായെങ്കിലല്ലാതെ, ലാക്കിൻ മിൻ ഗായിത്തിൻ വ ബൗലിൻ വ നൗമിൻ, അതിൽ നിന്ന് ഗായിത്ത് വിസർജനം, മൂത്രം, ഉറക്കം, ഈ 3 ഉണ്ടായി വുളു നഷ്ടപ്പെട്ടാൽ ഖുഫ അല്ലെങ്കിൽ കാലുറ ഷോക്സ് ഊരേണ്ടതില്ല, അതിന്മേൽ തടവിയാൽ മതി എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോടങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന വിവരം സഹാബിയായ സഫ്വാൻ താബിഇയായ സിറിനെ പഠിപ്പിക്കുന്ന കാര്യമാണ് നാം പറഞ്ഞു വച്ചത്. അതിൽ ഷോക്സ് അല്ലെങ്കിൽ ഖുഫ എന്നൊക്കെ പറയുന്ന സാധനം അത് ധരിക്കുമ്പോൾ അതിന്മേൽ തടവാൻ ചില നിബന്ധനകളുണ്ട് എന്ന് നാം പറഞ്ഞു. അതിൽ 1ാമത്തെ നിബന്ധനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്, അല്ലേ? അതെ, അത് ധരിച്ചിരിക്കേണ്ടത്, ഷോക്സ് ധരിച്ചിരിക്കേണ്ടത് ശുദ്ധിയോടുകൂടിയായിരിക്കണം എന്നതാണ് 1ാമത്തെ നിബന്ധന. 2ാമത്തെ നിബന്ധന അൻ യകൂനൽ മസ്ഹു അലൈഹിമാ ഫിൽ ഹദസിൽ അസ്ഗരി. 1ാമതായുള്ള നിബന്ധന ഷോക്സ് ധരിക്കുന്നത് ശുദ്ധിയോടുകൂടിയായിരിക്കണം. ശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വുളു ചെയ്തിട്ടുള്ള ശുദ്ധിയായിരിക്കണം എന്ന്. അതുപോലെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു, ഒരു ഷോക്സ് ധരിച്ച ശേഷം വീണ്ടും ഒരു ഷോക്സ് തണുപ്പ് കൊണ്ടോ രോഗം കൊണ്ടോ ഒക്കെ ധരിക്കേണ്ടി വന്നാൽ പിന്നെ തടവുന്നത് ആ 2ാമത് ധരിച്ച ഷോക്സിന്മേൽ മതി എന്നും പറഞ്ഞു. 2ാമത്തെ നിബന്ധന അൻ യകൂനൽ മസ്ഹു അലൈഹിമാ ഫിൽ ഹദസിൽ അസ്ഗരി. ചെറിയ അശുദ്ധിയിൽ മാത്രമേ തടവൽ അനുവദനീയമാവുകയുള്ളൂ. ചെറിയ അശുദ്ധി നേരത്തെ പറഞ്ഞല്ലോ, മലമൂത്ര വിസർജനം, ഉറക്കം, അതുപോലെ വുദു നഷ്ടപ്പെടുന്ന കാര്യം, അതാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ തടവൽ അനുവദനീയമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹദീസിലെ ഈ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലെ വാചകം കണ്ടോ, ലാക്കിൻ മിൻ ഗായിത്തിൻ വ ബൗലിൻ വ നൗമിൻ. അതാണ് ചെറിയ അശുദ്ധി ഉണ്ടാകുന്ന വിഷയങ്ങൾ. മലമൂത്ര വിസർജനം, ഉറക്കം, ഇതൊക്കെ ചെറിയ അശുദ്ധി, വുളു നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇല്ലാ മിൻ ജനാബത്തിൻ വലാക്കിൻ മിൻ ഗായിത്തിൻ വ ബൗലിൻ വ നൗമിൻ. അങ്ങനെയാണ്. അപ്പോൾ ചെറിയ അശുദ്ധിക്ക് മാത്രമേ തടവാൻ പാടുള്ളൂ എന്നർത്ഥം.
ഇനി ഫൈദാ സാറ അലൽ ഇൻസാനി ജനാബ, മനുഷ്യന് വലിയ അശുദ്ധി ഉണ്ടായാൽ ഫഇന്നഹു ലാ യുജ്സിഉ അൻ യംസഹ അലൽ ജൗറബൈനി അവിൽ ഖുഫൈനി, ഖുഫയിലോ ഷോക്സിലോ തടവിയാൽ മതിയാവുകയില്ല. ബൽ ലാബുദ്ദ മിൻ നസ്ഇഹിമാ വഗസ്ലുൽ ഖദമൈൻ, എന്തു ചെയ്യണം? ഊരണം, ഷോക്സ് അഴിക്കണം, എന്നിട്ട് ഗസ്ലുൽ ഖദമൈൻ, ഖദമൈന് കാലുകൾ കഴുകുക തന്നെ വേണം എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ അശുദ്ധിക്ക് എന്തുള്ളൂ? തടവലുള്ളൂ എന്നതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തേത് അൻ യകൂനൽ മസ്ഹു ഫിൽ മുദ്ദ അല്ലത്തി ഹദ്ദദഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ യൗമുൻ വലൈലത്തുൻ ലിൽ മുഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച കാലപരിധി തടവലിനുണ്ട്. അതെത്രയാണ്? യൗമുൻ വലൈലത്തുൻ ലിൽ മുഖീം, ഒരു നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസം, ഒരു രാത്രിയും ഒരു പകലും. വസലാസത്തു അയ്യാമിൻ ബി ലയാലിഹാ ലിൽ മുസാഫിരി, യാത്രക്കാരനാണെങ്കിൽ 3 രാത്രിയും 3 പകലും. നമുക്കറിയുന്ന കാര്യമാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ജഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത അയ്യാമിൻ വലയാലിഹിന്ന ലിൽ മുസാഫിരി വയൗമൻ വലൈലത്തൻ ലിൽ മുഖീമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅല നിശ്ചയിച്ചു, സലാസത അയ്യാം വലയാലിഹിന്ന ലിൽ മുസാഫിരി, 3 ദിവസം മുസാഫിറിനും യൗമൻ വലൈലത്തൻ ലിൽ മുഖീം, ഒരു ദിവസം നാട്ടിൽ താമസിക്കുന്ന ആൾക്കും നിശ്ചയിച്ചു എന്ന്. മനസ്സിലായില്ലേ? ഫഇദൻ തഹത്തിൽ മുദ്ദ ഫലാ മസ്ഹ, കാലം തീർന്നാൽ, കാലപരിധി തീർന്നാൽ പിന്നെന്ത് പാടില്ല? തടവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള ആളാണ്, ഒരു ദിവസം കഴിഞ്ഞു, പിന്നെയും എന്ത് ചെയ്യാൻ പാടില്ല? തടവാൻ പാടില്ല. ലാബുദ്ദ അൻ യഖ്ല അൽ ജൗറബൈനി അവിൽ ഖുഫൈനി സുമ്മ യഗ്സിലുൽ ഖദമൈൻ, എന്ത് ചെയ്യണം? അഴിക്കണം, ഷോക്സ് അഴിക്കണം, എന്നിട്ട് വുളു ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം? കാല് കഴുകണം. മനസ്സിലായില്ലേ? ലാക്കിൻ ഇദൻ തഹത്തിൽ മുദ്ദ വ അൻത അലാ തഹാറ ഫസ്തമറ അലാ തഹാറതിക്, കാലപരിധി തീർന്നു, മനസ്സിലായില്ലേ? പക്ഷേ താങ്കൾ ശുദ്ധിയോടുകൂടിയാണ് എങ്കിൽ ആ ശുദ്ധി താങ്കൾക്ക് നിലനിർത്തിക്കൊണ്ടുപോകാം. ലാ തൻതഖിലു തഹാറ, ആ തഹാറ, ആ ശുദ്ധി എന്നത് തീരുകയില്ല, മുറിഞ്ഞു പോവുകയില്ല. വലാകിൻ ഇദാ അറത്താൻ തതവദ്ദ ബഅദ ഇന്തിഹായിൽ മുദ്ദ ഫലാ ബുദ്ദ മിൻ ഗസ്ലിൽ ഖദമൈൻ, പക്ഷേ ഷോക്സ് ധരിച്ചു, കാലപരിധി കഴിഞ്ഞു, എന്നാൽ വുളു ചെയ്യാൻ, ആ വുളു ചെയ്യേണ്ട കാരണമുണ്ടായി, അങ്ങനെ വന്നാൽ അയാൾ എന്ത് ചെയ്യണം? കഴുകണം. മനസ്സിലായില്ലേ? ഇതാണ് ആ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട 3 നിബന്ധനകൾ. ثم إن زر بن حبيش سأل صفوان هل سمع من النبي يقول في الهوى شيئا. അടുത്ത വിഷയം അതാണ്. അദ്ദേഹം ചോദിച്ച അടുത്ത വിഷയം എന്താ? അദ്ദേഹത്തിൻ്റെ അടുത്ത വിഷയം അതാണ്. ഹൽ സമിഅതഹു ഫഖുൽതു, കണ്ടില്ലേ? ഹൽ സമിഅതഹു യദ്കുറു ഫിൽ ഹവാ ഷൈഅൻ, സ്നേഹത്തെക്കുറിച്ച് നബി പറയുന്നത് വല്ലതും കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ എന്ന് പറഞ്ഞാൽ സിറാണ്, താബിഇയാണ്. ഞാൻ ചോദിച്ചു, ഹൽ സമിഅതഹു യദ്കുറു ഫിൽ ഹവാ ഷൈഅൻ, സ്നേഹത്തെക്കുറിച്ച്. ഹവ എന്ന് പറഞ്ഞാൽ സ്നേഹം, ഇഷ്ടം എന്നൊക്കെയാണ്. സ്നേഹത്തെക്കുറിച്ച്, ഇഷ്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലതും പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എന്ന് പറഞ്ഞാൽ സഫ്വാൻ, നഅം കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ. അതെ, ഒരു സംഭവം വേറെ പറയണം. അപ്പോൾ ആദ്യത്തെ സംഗതി കഴിഞ്ഞു, ഖുഫൻ്റെ കഴിഞ്ഞു. രണ്ടാമത്തെ സംശയമാണ്. ഞങ്ങൾ നബിയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫബൈനാ നഹ്നു ഇൻദഹു, ഞങ്ങൾ നബിയുടെ അടുത്തായിരിക്കെ
ഇദ് നാദാഹു അഅറാബിയ്യുൻ ബിസൗത്തിൻ ലഹു ജഹ്വരിയ്യുൻ. ഭയങ്കര ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ ഒരു അഅറാബി വിളിച്ചു. അറബി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചല്ലോ, ഒരു ഗ്രാമീണനായ അറബി. എന്താണ് അദ്ദേഹം വിളിച്ചത്? യാ മുഹമ്മദ്. ഉറക്കെ വിളിച്ചു. പരുപരുത്ത പരുഷമായ ശബ്ദത്തിലാണ് എന്ത് വിളിച്ചത്, മനസ്സിലായില്ലേ? ഫഅജാബഹു റസൂലുള്ളാഹി നഹവൻ മിൻ സൗതിഹി. അപ്പോൾ നബി അതേ ശബ്ദത്തിൽ ഉത്തരം പറഞ്ഞു. യാ മുഹമ്മദ് എന്ന് വിളിച്ചപ്പോൾ നബി അതേ ശബ്ദത്തിൽ പറഞ്ഞു ഹാ അതാ ഞാൻ ഇവിടെ ഉണ്ട്. അത് ആ ഗ്രാമീണരായ ആളുകളുടെ ഒരു പ്രകൃതമാണ്. അല്ലാതെ നബിനെ ഇകഴ്ത്താനോ മോശമാക്കാനോ അല്ല. നബി തിരിച്ചും അവർക്ക് അങ്ങനെയാണ് അവരെന്ത് ചെയ്യുള്ളൂ, കേൾക്കുള്ളൂ. ആ ഉച്ചത്തിലും ആ രൂപത്തിലും സംസാരിച്ചെങ്കിലേ അവർക്ക് എന്താവുള്ളൂ, മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നബി അങ്ങനെ പറഞ്ഞത്. ഫഖുൽതു ലഹു. നമ്മൾ വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ റസൂലുള്ളാഹിൻ്റെയും ഈ അറാബിയുടെയും ഇടയിലുണ്ടായ ആ സംഗതി അദ്ദേഹം വിവരിക്കുകയാണെന്ന് മാത്രം. ഫഖുൽതു ലഹു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അവൻ എന്ന് പറഞ്ഞാൽ ഈ അറാബിനോട് പറഞ്ഞു, വൈഹക് ഉഗ്ദുദ് മിൻ സൗതിക് ഫഇന്നക ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈഹക്, നിനക്ക് നാശം. ഉഗ്ദുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം താഴ്ത്തടോ. എവിടെ? ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തല്ലേ, ശബ്ദം താഴ്ത്തണം. വഖദ് നുഹീത അൻ ഹാദാ. എന്താ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ഉറക്കെ ശബ്ദം ഉയർത്താൻ പാടില്ല എന്ന് സഫ്വാൻ ഈ അറാബിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് ഉച്ചത്തിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. സൂറത്ത് ഹുജറാത്തിലെ 2-ാമത്തെ വചനത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതി നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതി നബി, നബിയുടെ ശബ്ദത്തേക്കാൾ മുകളിൽ നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ പരസ്പരം ഉച്ചത്തിൽ വാക്ക് പറയാറുള്ളത് പോലെ, വിളിക്കാറുള്ളത് പോലെ നിങ്ങൾ നബിനെ വിളിക്കരുത്. ലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ. അങ്ങനെ ചെയ്താലോ അൻ തഹ്ബത അഅമാലുകും, നിങ്ങളുടെ അമലുകളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ അതൊക്കെ നശിച്ചു പോകും ചിലപ്പോൾ എന്ന് സൂറത്ത് ഹുജറാത്തിലെ 2-ാമത്തെ വചനമാണ്. പക്ഷേ അറാബി ഞാൻ പറഞ്ഞു ഗ്രാമീണനാണ്. ഗ്രാമീണരായ ആളുകൾക്ക് അങ്ങനത്തെ അദബുകളൊന്നും മര്യാദകളൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അവർ നബിയിൽ നിന്ന് വളരെ വിദൂരമാണ്. നബിൻ്റെ സദസ്സുകളിൽ അവർ വരാറില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ആയത്ത് അവതരിച്ച വിവരം തന്നെ അവരെന്ത് ചെയ്തില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റമല്ല അത് എന്നർത്ഥം. ഓക്കെ. ഫഖാല, അപ്പോൾ അറാബി മറുപടി പറഞ്ഞു. അറാബി അങ്ങനെ ഇരിക്കും, കുറച്ച് പരുഷനായിരിക്കും. വല്ലാഹി ലാ അഗ്ദുദ് എന്ന് പറഞ്ഞു. അള്ളാഹുവാണ് സത്യം, ഞാൻ എന്ത് ചെയ്യൂല, ശബ്ദം താഴ്ത്തൂല എന്ന് പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നാണ് നബിനെ കുറിച്ച് പറഞ്ഞു. നബി എന്ന് പറഞ്ഞാൽ ആരാ? ഖുലുഖുൻ അളീം, എല്ലാ സൽസ്വഭാവത്തിൻ്റെയും ഉടമയാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സൽസ്വഭാവത്തിൻ്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അയാളുടെ അതേമാതിരിയാണ് മറുപടി പറഞ്ഞത്. അയാളുടെ അതേമാതിരിയാണ് എന്ത് ചെയ്ത് മറുപടി പറഞ്ഞത്. അത് അവർക്ക് അതാണ് ഇഷ്ടം, അതാണ് അതിലെ വിഷയം. അപ്പോൾ ഈ സംസാരിക്കുന്ന ആളുകളുടെ ഇഷ്ടം സംസാരത്തിൽ നമ്മൾ എപ്പോഴും എന്താക്കണം, ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ചില ആളുകൾക്ക് മെല്ലെ പറഞ്ഞാൽ, അപ്പോൾ അവരോട് അങ്ങനെ മെല്ലെ പറഞ്ഞാൽ മതി. പക്ഷെ ചില ആൾക്കാരുണ്ട്, എന്താടോ നീ പറയണമെന്ന് ഞങ്ങൾ കേൾക്കണില്ലല്ലോ, ഒന്ന് ഉറക്കെ എന്ന് പറയിപ്പിക്കേണ്ടി വരരുത് എന്നർത്ഥം. പക്ഷെ അതല്ല അവരെ അവഹേളിക്കുകയോ മോശമാക്കുകയോ ഒന്നും അതിലുണ്ടാകാനും പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഇയാൾ പറഞ്ഞു വല്ലാഹി ലാ അഗ്ദുദ്, ഞാൻ ശബ്ദമൊന്നും താഴ്ത്തൂല, ഞാൻ അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്, അറാബിയാണ്, നബിയിൽ നിന്ന് വളരെ ദൂരെയാണ്, ഖുർആൻ അവതരിച്ച വിവരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് ചെയ്യൂല, ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യൂല. അപ്പോൾ അത്രേ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ഓക്കെ. ഖാലൽ അറാബിയു, അറാബി ചോദിക്കാൻ പോവാ നബിനോട്,
എന്താ ചോദിക്കണത്? അൽ മർഉ യുഹിബ്ബുൽ ഖൗമ, ഒരു മനുഷ്യൻ ഒരു സമൂഹത്തെ സ്നേഹിക്കുന്നു. വലമ്മാ യൽഹഖ് ബിഹിം, പക്ഷെ എന്താ, അവരെ സ്നേഹിക്കുന്നു എന്നേ ഉള്ളൂ. അവർ ചെയ്യുന്ന അമലുകൾ ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്താൻ അയാൾക്ക് കഴിയില്ല. വലമ്മാ യൽഹഖ് ബിഹിം, മനസ്സിലായില്ലേ? വലമ്മാ യൽഹഖ് ബിഹിം, അവരുമായി ചെന്നു ചേരുകയില്ല. അങ്ങനെയുള്ള ഒരാൾ അയാൾ എന്ത് ചെയ്യും എന്നാണ് ഇയാൾക്ക് അറിയേണ്ടത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികളെയൊക്കെ അദ്ദേഹം ഭയങ്കരമായി എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നബിയെപ്പോലെ സഹാബികളുടെ പോലെ അമല് ചെയ്ത് നബിയുടെയും സഹാബത്തിൻ്റെയും ഗ്രേഡിലേക്ക് എത്താൻ അവർക്ക് കഴിയില്ല. കാരണം അവർ കർഷകരോ അല്ലെങ്കിൽ ഗ്രാമീണരോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരവസ്ഥ എന്ത് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പോഴോ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമാധാനിപ്പിക്കണം. നബിയുടെ മറുപടി അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. അതാണ് നബിയുടെ മറുപടി. തുല്യമായ അമൽ ചെയ്യാൻ അവർക്ക് കഴിയില്ല. നബിയുടെയോ റസൂലിൻ്റെയോ അടുത്തേക്ക് എത്താൻ അവർക്ക് കഴിയില്ല അമലിൻ്റെ കാര്യത്തിൽ, കർമ്മത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിലോ റസൂലുള്ളാഹിൻ്റെ മറുപടി അൽ മർഉ, ആ മനുഷ്യൻ, മഅ മൻ അഹബ്ബ, അവൻ സ്നേഹിച്ചവരുടെ കൂടെയായിരിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ. അതാണ് ഏറ്റവും വലിയ എന്ത് നിഅമത്ത്. അപ്പോൾ അല്ലാഹ് റസൂലിനെ സ്നേഹിച്ചാൽ റസൂലിൻ്റെ കൂടെയായിരിക്കും, സഹാബത്തിനെ സ്നേഹിച്ചാൽ സഹാബത്തിൻ്റെ കൂടെയായിരിക്കും. അതാണ് അൽ മർഉ മഅ മൻ അഹബ്ബ യൗമൽ ഖിയാമ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസിലുണ്ട്, ഒരാൾ ഖാല ലി റജുലിൻ യുഹിബ്ബുല്ലാഹ വ റസൂലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോട് പറഞ്ഞു, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരാളോട് നബി പറഞ്ഞു, ഇന്നക മഅ മൻ അഹ്ബബ്ത, തീർച്ചയായും താങ്കൾ സ്നേഹിക്കുന്നവരുടെ കൂടെ തന്നെയാണ് എന്ന്. ഖാല അനസ് ഫഅന ഉഹിബ്ബു റസൂലല്ലാഹ് വ അബൂബക്കർ വ ഉമർ വ അർജു അൻ അകൂന മഅഹു. ഇത് കേട്ടപ്പോൾ അനസ് ഉണ്ടായിരുന്നു ആ സദസ്സിൽ. അദ്ദേഹം പറഞ്ഞു, ഞാനാണെങ്കിലോ ഉഹിബ്ബു റസൂലല്ലാഹ്, ഞാൻ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, വ അബൂബക്കറിനെയും ഇഷ്ടപ്പെടുന്നു, വ ഉമറിനെയും ഇഷ്ടപ്പെടുന്നു, വ അർജു അൻ അകൂന മഅഹും, അവരുടെ കൂടെ എത്താൻ ഞാൻ കൊതിക്കുകയും ചെയ്യുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ഖുലഫാഉർ റാഷിദുകളുടെ സ്നേഹിക്കുക, സഹാബികളെ സ്നേഹിക്കുക, അയിമ്മത്തുകളെ സ്നേഹിക്കുക, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു വലിയ സൽക്കർമ്മമാണ് നമ്മൾ മനസ്സിലാക്കണം. അവരെയും നമ്മൾ വെറുക്കാൻ പാടില്ല. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തേത് വെറുക്കാൻ പാടില്ല എന്നുള്ളത്. ഒരു സഹാബിയെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വെറുക്കാൻ പാടില്ല ഒരാളെയും. സഹാബി എന്ന് പറഞ്ഞാൽ അവർ വലിയ ആൾക്കാരാണ്. അല്ലാഹു തആല റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞത്, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന, സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത് വായിച്ചു നോക്കൂ. അവർ വലിയ ആൾക്കാരാണ് സഹാബികൾ എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ സഹാബിയെ നമ്മൾ വെറുക്കാൻ പാടില്ല, ആരാകട്ടെ. മനസ്സിലായില്ലേ? മാനുഷികമായ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ സഹാബികളുടെ അടുത്ത് മനുഷ്യന്മാരുടെ അടുത്തൊക്കെ വരും തെറ്റ്. മനസ്സിലായില്ലേ? തെറ്റ് വന്നു എന്നത് ഒരാളെ വെറുക്കാൻ എന്തല്ല കാരണമല്ല, ഒരിക്കലും ആകാൻ പാടില്ല. എല്ലാവരുടെ അടുത്തും തെറ്റ് വരും. മനുഷ്യന്മാരാണല്ലോ ആരും, സഹാബികളും. ചരിത്രമൊക്കെ വായിച്ചാൽ ചിലപ്പോൾ ചില സഹാബികളൊക്കെ വളരെ മോശമായി ചില ചരിത്രകാരന്മാർ എഴുതാറുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ചരിത്രം എഴുതുമ്പോൾ ചില സഹാബികളെയൊക്കെ കുറച്ച് മോശമായി എഴുതാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. സഹാബികൾക്കിടയിൽ നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉണ്ടായിട്ടുണ്ട്, അറിയാലോ. പ്രത്യേകിച്ച് രാഷ്ട്രീയമായ കാരണങ്ങളാൽ പരസ്പരം ഭിന്നിക്കുകയും ഒരു വേള യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ സഹാബികൾ എത്തിയിട്ടുണ്ട്.
പക്ഷെ അതൊന്നും നമുക്ക് സഹാബികളെ വെറുക്കാൻ എന്തല്ല കാരണമല്ല. നമ്മളെ വിഷയമല്ല അത്. എന്തുകൊണ്ട് അവർ ഭിന്നിച്ചു, എന്തുകൊണ്ട് അവർ യുദ്ധം ചെയ്തു, എന്തുകൊണ്ട് അവർ കക്ഷിയായി, ഇത് നമ്മളെ വിഷയമല്ല. എന്തുകൊണ്ടാണ് വിഷയമല്ലാത്തത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഈ സഹാബികളുടെ ഇടയിലുണ്ടായ ഈ യുദ്ധങ്ങളെക്കുറിച്ചും ഈ ഭിന്നതകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. സമൂഹത്തിൽ ഭിന്നതകൾ പല കാരണങ്ങളാലും ഉണ്ടാവും. പക്ഷേ ഭിന്നതകൾ ഒരിക്കലും എന്താകാൻ പാടില്ല, ഭിന്നതകൾ ഒരിക്കലും മനുഷ്യനെ അകറ്റാനുള്ളതാകരുത്. സഹാബികളുടെ ചരിത്രം വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. പരസ്പരം യുദ്ധം ചെയ്ത് രണ്ട് കക്ഷികളായി നിന്ന, രണ്ട് സൈഡിൽ നിന്ന ആളുകൾ, അവർ തമ്മിലുള്ള സ്നേഹം ഭയങ്കരമായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന്, ഈ സഹാബികളെക്കുറിച്ച്, അവരിങ്ങനെ പല കക്ഷിയായല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നസൂനു അൽസിനത്തന മിനന്നാർ കമാ സാനു അംഫുസഹും മിനന്നാർ. നമുക്കെന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ നാവുകളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാം. എങ്ങനെ? കമാ സാനു അംഫുസഹും മിനന്നാർ. അവരൊക്കെ അവരുടെ സ്വന്തം നഫ്സിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവർക്കിടയിലുണ്ടായ ഖിലാഫ് പറഞ്ഞ് നമ്മളെന്താക്കണ്ട, നമ്മളെ നാവിനെ, മനസ്സിലായോ പറഞ്ഞ ഉദ്ദേശം എന്താ? അവർക്കിടയിലുള്ള ഖിലാഫുകൾ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി നരകത്തിലിടണ്ട. മനസ്സിലായില്ലേ? അവരൊക്കെ ആരാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. കാരണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്താണ് അവർ. അപ്പോൾ സഹാബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹാബികളിൽ നമുക്ക് ഏറ്റവും ഒന്നാമതായി നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് അബൂബക്കർ സിദ്ദീഖിനെയാണ്. കാരണം ഖലീഫത്തു റസൂലില്ലയാണ്, റസൂലിൻ്റെ ഖലീഫയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. രണ്ടാമത് അബൂബക്കർ, ഉമർ. കാരണം ഖലീഫത്തു റസൂലില്ല എന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയുടെ ഖലീഫയാണ് ആര്? ഉമർ. മൂന്നാമത് ഉസ്മാൻ. നാലാമത് അലി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മഷ്ഹൂദൂന ബിൽ ജന്ന എന്ന് പറഞ്ഞ 10 സഹാബികളുണ്ട്. സ്വർഗം സാക്ഷി നിന്നു റസൂൽ, ഇവർക്ക് സ്വർഗമുണ്ട് എന്ന്. മനസ്സിലായി? ഈ 4 കഴിഞ്ഞാൽ അതിലുള്ള ബാക്കി 6 ഉണ്ട്. മനസ്സിലല്ലേ? പിന്നീട് ബാക്കിയുള്ള സഹാബികളൊക്കെ നമുക്ക് എന്താണ്? എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, ഇഷ്ടപ്പെട്ടവരാണ്. ആരെയും നമ്മൾ വെറുക്കാനോ അകലാനോ ഒന്നും പാടില്ല. ബദറിൽ പങ്കെടുത്ത സഹാബികൾ അവർ ഏറ്റവും വലിയ ദറജ ഉള്ളവരാണ്, വലിയ ഗ്രേഡുള്ളവരാണ്. ആര്? ബദറിൽ പങ്കെടുത്ത സഹാബി. അവരെ ചെയ്ത എല്ലാ തെറ്റും അള്ളാഹുക്ക് പുറത്തു കൊടുത്തു ബദറിൽ പങ്കെടുത്തുള്ള ഒറ്റ കാരണത്തിൽ. കാരണം ബദറിൻ്റെ സംഭവം അത്ര ഒരു പ്രതിസന്ധിയുള്ള ഘട്ടമായിരുന്നല്ലോ ബദർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സഹാബികൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ആൾക്കാരാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. റസൂലിനെ ഇഷ്ടപ്പെടണം എന്ന് പ്രത്യേകം പറയല്ല, അവരെ സഹാബികളെ ഇഷ്ടപ്പെടണം. എന്തിനാ? അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആരെ കൂടെ ഇരിക്കും? അവരെ കൂടെ ഇരിക്കും. പക്ഷേ ആ ഇഷ്ടം എന്തായിരിക്കും? നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. ഇഷ്ടമുണ്ടാകാൻ ആദ്യം വേണ്ടത് വെറുപ്പില്ലാതിരിക്കണം. സഹാബികളോട് എന്ത് ചെയ്യാൻ പാടില്ല? വെറുപ്പ്. ഒരു സഹാബിനോടും ആര് പറഞ്ഞാലും നമുക്ക് എന്തില്ല? വെറുപ്പ് പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ചരിത്രം നമ്മൾ വായിക്കാൻ പോണ്ടാച്ചാൽ മതി. രാഷ്ട്രീയ ചരിത്രം വായിക്കുമ്പം അതിലുള്ള നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവരാ വായിക്കാൻ പോണ്ട. മനസ്സിലായില്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഇത് മാത്രമല്ല, സഹാബികളുടെ ചരിത്രം മാത്രമല്ല, തെറ്റും ശരിയും വേർതിരിക്കാൻ സാധ്യമല്ലാത്തവർ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റും ശരിയും കൂടിക്കലർന്ന ഒന്ന് വായിക്കാനോ കേൾക്കാനോ പാടില്ല. അതാണ് അതിൻ്റെ വിധി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഫിലോസഫി പഠിക്കരുതെന്ന് പറഞ്ഞു അന്നത്തെ സമൂഹത്തോട്. ഫിലോസഫി എന്താ കാരണം? നമുക്കറിയാം, ഫിലോസഫിയാണ് ഗ്രീക്ക് ഫിലോസഫി അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടപ്പോഴാണ് ഈ നാസ്തികത്വം അറബികളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. നിരീശ്വരവാദം ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് എന്ത് വന്നത്? അറബികളുടെ ഇടയിലേക്ക് നിരീശ്വരവാദം കടന്നു വന്നത്. ശരിക്കും നമുക്ക് ഈ ഇസ്ലാമിക് ഫിലോസഫി എന്ന പേരിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അത് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും എവിടുന്ന് അത് വന്നത്. ഇപ്പോൾ ഗ്രീക്ക് ഫിലോസഫി അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അന്യ ഭാഷയിൽപ്പെട്ട ഗ്രന്ഥങ്ങൾ ഗ്രീക്ക് ഫിലോസഫിയോട് ഏകദേശം മത്സരിക്കാൻ പോകുന്നതാണ് ഇന്ത്യൻ ഫിലോസഫിയും. മനസ്സിലായില്ലേ? ഈ ഗ്രീക്ക് ഫിലോസഫിയും ഇന്ത്യൻ ഫിലോസഫിയും അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ
അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ആശയങ്ങൾ മുഴുവൻ ഈ അറബികളുടെ തലയിൽ കയറി. അങ്ങനെയാണ് നിരീശ്വരവാദം അറബികളുടെ ഇടയിലേക്ക് വന്നത്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഫിലോസഫി പഠിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് പഠിക്കണ്ടെന്ന് പറഞ്ഞ് അതിനുള്ള തെറ്റും ശരിയും വേർതിരിക്കാൻ കഴിയില്ല. അതാണ് മന്തിക്ക് പഠിക്കരുത് എന്ന് പറയും. മന്തിക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പള്ളിദർസിലൊക്കെ പണ്ട് പഠിപ്പിക്കുന്ന ഒരു സാധനം, ലോജിക്കാണ്, തർക്കശാസ്ത്രം എന്ന് പറയും. മനസ്സിലായില്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു നിങ്ങൾ മന്തിക്ക് പഠിക്കരുത്, തർക്കശാസ്ത്രം പഠിക്കരുത്. എന്താ, ഈ തർക്കശാസ്ത്രം പഠിച്ചാൽ പിന്നെ തർക്കിക്കാൻ എന്തേ ഉള്ളൂ, നേരം ഉണ്ടാവുള്ളൂ. ഈ തർക്കശാസ്ത്രം പഠിച്ച ആളെ അയാളുടെ അടുത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ എതിരായിരിക്കും മുമ്പിൽ ചിന്തിക്കുക. കാരണം തർക്കശാസ്ത്രത്തിൻ്റെ ഈ പ്രിൻസിപ്പിൾസ് അങ്ങനെയാണ്, ബേസിക് പ്രിൻസിപ്പിൾസൊക്കെ അങ്ങനെ, അടിസ്ഥാന തത്വങ്ങളൊക്കെ അങ്ങനെ ചിന്തിപ്പിക്കുന്നതാണ്, അവിടെ പഠിപ്പിക്കരുത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ സംഗതിയും. നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയമായ ചരിത്രം, സഹാബികളുടെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ള നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ വായിക്കണ്ട. നമുക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നും കിട്ടാമല്ലോ, വായിക്കണ്ടെന്ന് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സ്നേഹിക്കണം, അതാ വേണ്ടത്. എന്നാലേ നമ്മൾ അവരുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കാണാം റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തിൽ ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവം. സഹാബികൾ ബേജാറായി റസൂലുള്ളാഹിൻ്റെ അടുത്തൊക്കെ വന്ന ഒരുപാട് സംഭവങ്ങൾ അറിയാലോ നിങ്ങൾക്ക്. ഒരുപാട് സംഭവം. ഒരിക്കലും ഒരു സഹാബി നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് ഭയങ്കരമായ ബേജാറില്ല. റസൂലെ, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാകും, കൊതിയാവും. വീട്ടിലെത്തിയാൽ റസൂലിൻ്റെ അടുത്ത് നിന്നാണ് പോയാൽ, അപ്പോൾ നമ്മൾ ഓടി വരും നിങ്ങളെ കാണാൻ. എന്നിട്ട് നിങ്ങളെ മുഖം കണ്ടാൽ നമുക്ക് ഭയങ്കര തൃപ്തിയായി, ഇഷ്ടമായി, സ്നേഹത്തിൻ്റെ ആധിക്യം. പക്ഷേ ഇപ്പം എനിക്കൊരു പേടിയുണ്ട്. എന്താ പേടിയെന്നറിയോ? നിങ്ങൾ മരിച്ചു, നമ്മളും മരിച്ചു, ശരി, നിങ്ങൾ സ്വർഗത്തിലായി, നമ്മളും സ്വർഗത്തിലായി എന്ന് വെക്കാം. എന്നാൽ പോലും സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള ഗ്രേഡിലേക്കൊന്നും എത്താൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മൾ സ്വർഗത്തിലെത്തിയാൽ പോലും നബിയെ നിങ്ങളെ കാണാൻ സാധിക്കാതിരിക്കുമോ എന്നതാണ് എൻ്റെ പ്രയാസം. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണത്. അങ്ങനെയാണ് പറയാൻ കഴിയാന്ന് പറഞ്ഞു. അയാളുടെ മനസ്സിലുള്ള ആകെയുള്ള ബേജാറ് ഇതാന്നാ പറയുന്നത്. എന്ത്, സ്വർഗത്തിലെത്തിയാൽ റസൂലിനെ കാണാൻ പറ്റാതെ വരുമോ? സ്വർഗത്തിലെത്തും, എത്തിയാൽ തന്നെ റസൂലിനെ കാണാൻ പറ്റാതെ വരുമോ? ആലോചിച്ച് നോക്കൂ. ഒരു വല്ലാത്ത ദയനീയമായ രംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശാന്തമായി ഇരുന്നു ഈ ചോദ്യം കേട്ടിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നേതാവും അനുയായികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശക്തിയാണത്. നേതാവും അനുയായികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ, റസൂൽ ഉണ്ടാതിരുന്നത് പോലും ആ ബന്ധത്തിൻ്റെ ശക്തി. എന്താ ഇപ്പോൾ ഇയാളോട് മറുപടി പറയാൻ എന്ന്? എന്നിട്ട് ജിബ്രീൽ വരേണ്ടി എന്ന് മറുപടി പറയാൻ. മനസ്സിലായില്ലേ? ജിബ്രീൽ വന്നു പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു. ഉമൻ യുതിഇല്ലാഹ വറസൂൽ ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾക്ക് സമാധാനമായി. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവരൊക്കെ ആരെ കൂടെ ഇരിക്കും? അമ്പിയാക്കന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇത് കേട്ട മാത്രയിൽ അദ്ദേഹത്തിന് ഭയങ്കരമായി സന്തോഷമായി. അദ്ദേഹം തിരിച്ചുപോയി. അപ്പോൾ അങ്ങനെയായിരുന്നു സ്നേഹത്തിൻ്റെ രൂപം എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ വന്നൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഈ പുതുമ തോന്നും, എന്താ ഈ ചോദ്യം എന്നൊക്കെ, എന്താ ഈ സ്നേഹം എന്നൊക്കെ. അങ്ങനെയായിരുന്നു അവരുടെ ബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ബന്ധം അങ്ങനെയായിരുന്നു. ശരി, അങ്ങനെ അൽ മർഉ മൻ അഹബ്ബ യൗമൽ ഖിയാമ എന്ന് റസൂൽ പറഞ്ഞു. അത് കഴിഞ്ഞു കേട്ടോ, വിഷയം കഴിഞ്ഞു. എന്നിട്ട് ഫമാസാല യുഹദ്ദിസുനാ ഹത്താ ദക്കറ ബാബൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. പല വിഷയങ്ങളും ഇങ്ങനെ പിന്നെ പറയാം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി ഒരു ബാബിനെ കുറിച്ച് പറഞ്ഞു. മിനൽ മഗ്രിബി, മഗ്രിബിൽ നിന്നുള്ള, പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള ഒരു ബാബിനെ കുറിച്ച് പറഞ്ഞു. ബാബ് എന്ന് പറഞ്ഞ വാതിൽ എന്നാ, മനസ്സിലായില്ലേ? ഇവിടെ എന്ത് വാതിലാണ് റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് എന്ന് അല്ലാഹുവിനെ തന്നെ അറിയുള്ളൂ. ഒരു വാതിലിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. ഇനി ആ വാതിലിനെ കുറിച്ച് റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. എന്താ? മസീറത്തു അർളിഹി ഔ യസീറു റാകിബു ഫി അർളിഹി 40 ഔ 70 ആമൻ. എന്താണ് മസീറത്തു അർളിഹി? ആ വാതിലിൻ്റെ വീതി ഉണ്ടല്ലോ, വാതിലിന് വീതി ഉണ്ടാവും, നീളല്ല വീതി. ഇത്ര ആൾ കിടക്കാം ആ വാതിലിലൂടെ എന്ന് പറഞ്ഞാൽ വീതി കണക്കാക്കിയിട്ടാ. ഓക്കെ, മസീറത്തു അർളിഹി അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്ക് സംശയമുണ്ട്, ഔ അല്ലെങ്കിൽ റസൂൽ പറഞ്ഞത് യസീറു റാക്കിബു ഫി അർളിഹി, അതിൻ്റെ വീതി കവർ ചെയ്യണമെങ്കിൽ വാഹനം കയറിയ ആൾ സഞ്ചരിക്കണം. റാക്കിബ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളാണ്. ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറിയ ഒരാൾ അതിൻ്റെ വീതി മാത്രം കവർ ചെയ്യണമെങ്കിൽ, വീതി മാത്രം ഓടിത്തീരണമെങ്കിൽ അയാൾ സഞ്ചരിക്കണം എത്ര? 40 ഔ 70 ആമൻ, 40 70 വർഷം. അപ്പോൾ അതിൻ്റെ വലുപ്പം എത്രയായിരിക്കും? 40 വർഷം. ചുരുങ്ങിയ കൂടികൊളി 40 വർഷം ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്താൽ കവർ ചെയ്യാവുന്ന അത്ര വീതിയുള്ള ഒരു വാതിൽ. ശരി, എന്നിട്ടോ ഖാല സുഫിയാൻ അഹദുർ റുവാത്ത്, ഇതിൻ്റെ റിപ്പോർട്ടർമാരിൽപ്പെട്ട ഒരാളാണ് സുഫിയാൻ. അദ്ദേഹം പറഞ്ഞു ആ വാതിലിനെ കുറിച്ച്, ഖിബല ഷാമി, ആ വാതിലുള്ളത് ഷാമിൻ്റെ ഭാഗത്താണ്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയാണ്. മനസ്സിലായില്ലേ? എന്നിട്ടോ ഞാൻ വാതിലിനെ പറ്റി പറയുന്നത്, ഖലഖഹുല്ലാഹു തആല, അള്ളാഹു ആ വാതിലിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്ന് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. മഫ്തൂഹൻ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക വാതിൽ എന്താന്നുള്ളത്. മഫ്തൂഹൻ ലിത്തൗബ, ആ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? തൗബക്ക് വേണ്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വാതിലാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വാതില, തൗബക്ക് വേണ്ടി തുറന്നിട്ട വാതിൽ എന്ന് വെച്ചാൽ അള്ളാഹു ഇത്രയും വിശാലമായ തൗബയുടെ ഉടമയാണെന്ത്? അള്ളാഹു. അത്രയും, നിങ്ങൾ അത്ര വലിയ പെറ്റ് ചെയ്താൽ പോലും അള്ളാഹു എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ഉള്ള ഹദീസിൽ പറഞ്ഞല്ലോ, രാത്രി ചെയ്താൽ പകൽ അള്ളാഹു ഇങ്ങനെ, പകൽ ചെയ്താൽ രാത്രി അള്ളാഹു കയ്യൊന്നിട്ടിരിക്കുകയാണ് സ്വീകരിക്കാൻ. ആലോചിച്ച് നോക്കൂ എൻ്റെ അത്. ശരി, മഫ്തൂഹൻ ലിത്തൗബ, എന്നിട്ടോ ലാ യുഗ്ലഖു, ആ വാതിൽ കൊട്ടിയടക്കപ്പെടുകയില്ല. ഹത്താ തത്ലുഅ ശംസു മിൻഹു, ആ മിൻഹു എന്ന് പറഞ്ഞാൽ മിനൽ മഗ്രിബീന. ഈ വാതിലുള്ളത് എവിടെ? മഗ്രിബിലാന്ന് പറഞ്ഞിട്ട് പടിഞ്ഞാറാണ്. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് വെച്ചാൽ ഖിയാമത്ത് നാൾ വരെ. എന്തായിരിക്കും ഈ വാതിൽ? അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ. ഒരു വാതിലുണ്ട്, ആ വാതിൽ മഗ്രിബിലാണ്. മഗ്രിബ് എന്ന് പറഞ്ഞാൽ എവിടെ? പടിഞ്ഞാറ് ഭാഗം, പടിഞ്ഞാറ് ഭാഗത്താണ് ആ വാതിൽ. എന്നിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഖിബല ഷാം, സിറിയയുടെ നേരെയായിരിക്കും ആ വാതിൽ. ഭൂമിയിലാകണമെന്നില്ല, സിറിയയുടെ നേരെയായിരിക്കും ആ വാതിൽ. ആ വാതിലിൻ്റെ വലിപ്പം പറഞ്ഞു മസീറത്ത 40 ഔ 70 ആം, 40 70 വർഷം ഒരു യാത്രക്കാരൻ സഞ്ചരിക്കാവുന്ന അത്ര വീതിയുള്ള ഒരു വാതിൽ. ആ വാതിലോ അള്ളാഹു സൃഷ്ടിച്ചു തന്ന യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹു ആ വാതിലും സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വാതിൽ എങ്ങനെ സൃഷ്ടിച്ചത്? മഫ്തൂഹൻ ലിത്തൗബ, അത് തുറന്നിട്ട് അടക്കൂല ആ വാതിൽ. മഫ്തൂഹൻ ലിത്തൗബ, തൗബാക്ക് വേണ്ടി തുറന്നിട്ട ഒരു വാതിലാണ്. ലാ യുഗ്ലഖു, അത് അടക്കുകയില്ല. ഹത്താ തത്ലുഅ ശംസ മിൻഹു, ഹത്താ തത്ലുഅ ശംസു മിൻഹു, അവിടെ നിന്ന് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ, അഥവാ ഖിയാമത്ത് നാൾ വരെ. അപ്പോൾ അള്ളാഹു അത്രമാത്രം വിശാലനാണ് എന്നർത്ഥം. അത്ര വിശാലനാണ്. അത്രയും വിശാലത അള്ളാഹുവിന് തൗബയുടെ വിഷയത്തിലുണ്ട് എന്ന്. അതാണ് ഈ ഹദീസ് ഈ ബാബിൽ ഉദ്ധരിക്കാനുള്ള, ഈ അധ്യായത്തിൽ പറയാനുള്ള കാരണം. അടുത്ത ഹദീസ്, വഅൻ അബി സഈദ് സഅദ് ബിൻ മാലിക് ഇബ്നു സിനാൻ الخدري رضي الله عنه أن نبي الله صلى الله عليه وسلم قال كان في من قبلكم رجل قتل 99 نفسا فسأل عن أعلم أهل الأرض فدل على راهب فأتاه فقال إنه قتل 99 نفسا فهل له من توبة؟ فقال لا فقتله
فكمل به 100 ثم سأل عن أعلم أهل الأرض فدل على رجل عالم فقال إنه قتل 100 نفس فهل له من توبة؟ فقال نعم. ومن يحول بينه وبين التوبة؟ انطلق إلى أرض كذا وكذا فإن بها أناسا يعبدون الله تعالى فاعبد الله معهم ولا ترجع إلى أرضك فإنها أرض سوء. فانطلق حتى إذا نصف الطريق أتاه الموت فاختصمت فيه ملائكة الرحمة وملائكة العذاب. فقالت ملائكة الرحمة جاء تائبا مقبلا بقلبه إلى الله تعالى. وقالت ملائكة العذاب إنه لم يعمل خيرا قط. فأتاهم ملك في صورة آدمي فجعلوه بينهم أي حكما فقال قيسوا ما بين الأرضين فإلى أيتهما كان أدنى فهو له. فقاسوا فوجدوه أدنى إلى الأرض التي أراد فقبضته ملائكة الرحمة. متفق عليه. നല്ല രസമുള്ള ഒരു ഹദീസാണ്. അബൂ സഅദ് ബിൻ മാലിക് ഇബ്നു സിനാൻ അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് അബൂ സഈദുൽ ഖുദരി എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ കേൾക്കുന്ന അദ്ദേഹമാണിത്. അബൂ സഈദുൽ ഖുദരി എന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ പേര് സഅദ് എന്നാണ്. സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ, മനസ്സിലായില്ലേ? മാലിക്കിൻ്റെ മകൻ, സിനാൻ്റെ മകൻ, മാലിക്കിൻ്റെ മകൻ സഅദ് എന്ന അബൂ സഈദ്. ഓക്കെ. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, നബി പറഞ്ഞു. എന്താ പറഞ്ഞത്? കാന ഫീമൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിൽ ഉണ്ടായിരുന്നു, റജുലുൻ ഒരാൾ, ഖതല അയാൾ കൊന്നു, തിസ്അതൻ വതിസ്ഈന നഫ്സൻ, തിസ്അതൻ വതിസ്ഈന എത്ര? 99 ആളുകളെ കൊന്നു. അങ്ങനെ ഒരാൾ മുമ്പുണ്ടായിരുന്നു നിങ്ങൾ മുമ്പുള്ള സമൂഹത്തിൽ, ബനു ഇസ്രായേലൊക്കെ ആയിരിക്കും. ഫസഅല, അങ്ങനെ ഇയാൾ, ഈ കൊലയാളി ചോദിച്ചു, അൻ അഅലമി അഹ്ലിൽ അർളി, ഭൂമിയിലുള്ള ഏറ്റവും വിജ്ഞാനമുള്ള ആളെക്കുറിച്ച് ചോദിച്ചു. അലം. ഫദുല്ല, അപ്പോൾ അയാൾക്ക് കാണിക്കപ്പെട്ടു, അറിയിക്കപ്പെട്ടു, അലാ റാഹിബിൻ, ഒരു സന്യാസിയെക്കുറിച്ച്. റാഹിബ് എന്ന് പറഞ്ഞാൽ ആലിമല്ല, ഒരു ഇബാദത്തൊക്കെ നല്ലോണം ചെയ്ത് നിൽക്കുന്ന ഒരാളെ. ഫഅതാഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹം ചെന്നു. ആര്? ഈ കൊലയാളി ചെന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കൊലയാളിയെ, ഇന്നഹു ഖതല 99 നഫ്സൻ, അദ്ദേഹം, ഇയാൾ പറയാണ്, അയാൾ 99 ആളുകളെ കൊന്നു. ഫഹൽ ലഹു മിൻ തൗബ, അയാൾക്ക് തൗബയുണ്ടോ? അയാളെ ചോദ്യമാണ് ചോദിക്കുന്നത് ഈ റാഹിബിനോടാ, സന്യാസിനോടാ. ഫഖാൽ, അപ്പോൾ ഇയാൾ പറഞ്ഞു, സന്യാസി പറഞ്ഞു, ലാ, തൗബയില്ല, തൗബല്ല എന്ന് പറഞ്ഞു. അപ്പോഴോ ഫഖതലഹു, അയാളെയും കൊന്ന്. അങ്ങനെ ഫകമ്മല ബിഹി 100, ഇയാളെയും കൂടി കൊന്നപ്പോൾ എത്രയായി? 100 ആയി. 100 പൂർത്തിയായി എന്നർത്ഥം. ഫകമ്മല ബിഹി 100, 100 പൂർത്തിയായി. സുമ്മ സഅല, പിന്നെ ഇയാൾ ചോദിച്ചു, അൻ അഅലമി അഹ്ലിൽ അർളി, ഭൂമിയിൽ ഏറ്റവും വിവരമുള്ള ആളാരാന്ന് പിന്നെ ഇയാൾ ചോദിച്ചു നടന്നു. ഫദുല്ല അലാ റജുലിൻ ആലിമിൻ, അപ്പോൾ അയാൾ ഏറ്റവും വിവരമുള്ള ഒരാളുടെ കുറിച്ച് അയാൾക്ക് അറിയിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞത് ഫദുല്ല അലാ റാഹിബിൻ, ഇവിടെ എന്താ പറഞ്ഞത്? ഫദുല്ല അലാ റജുലിൻ ആലിമിൻ, ഇൽമുള്ള ഒരാളെക്കുറിച്ച് അറിയിക്കപ്പെട്ടു. അപ്പോഴോ ഫഖാല, അയാളടുത്ത് ചെന്നു, ഇയാൾ ചോദിച്ചു, ഇന്നഹു ഖതല 100 നഫ്സിൻ, 100 ആളെ കൊന്നുപോയി. ഫഹൽ ലഹു മിൻ തൗബ,
100 ആളെ കൊന്നാക്ക് തൗബണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല, ഇയാൾ പറഞ്ഞു, ആര്? ആലിമ് പറഞ്ഞു, നഅം, ആ തൗബണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളൊരു ചോദ്യവും ചോദിച്ചു ആലിമ്, വമൻ യഹൂലു ബൈനഹു വബൈന തൗബ, ഇവൻ്റെയും തൗബയുടെയും ഇടയിൽ ആരാണ് മറയിടുക? ഹാല യഹൂലു എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഇടുക, മറ. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ, ഇവൻ്റെയും തൗബയുടെയും ഇടയിൽ ആരാണ് ഒരു സ്ക്രീൻ ഉണ്ടാക്കുക? ആർക്കാണ് മറ ഉണ്ടാക്കാൻ പറ്റുക? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കൊലയാളിയോട് പറഞ്ഞു, ഇൻതലിഖ്, നീ പോകണം, ഇലാ അർളി കദാ വ കദാ, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അർള് എന്ന് പറഞ്ഞാൽ ഭൂമി, സ്ഥലം നോക്കി. കദാ വ കദാ, ഇന്ന ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. എന്താ അവിടെ പോകാൻ പറഞ്ഞത്? ഫ ഇന്ന ബിഹാ ഉനാസൻ, കാരണം അവിടെ കുറേ ആളുകളുണ്ട്. യഅ്ബുദൂനല്ലാഹ തആല, അവർ അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കണവരാ ആ നാട്ടിലുള്ളവരെ. ഫഅ്ബുദില്ലാഹ മഅഹും, നീ എന്ത് ചെയ്യണം? അവരുടെ കൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അങ്ങനെ ജീവിച്ചോ എന്ന് പറഞ്ഞു. വലാ തർജിഅ, നീ ഒരിക്കലും മടങ്ങരുത്, ഇലാ അർളിക, നിന്റെ നാട്ടിലേക്ക്. മുപ്പര നാട്ടിൽ നിന്നാണ് മുപ്പര് 99 എണ്ണം കൊന്നു വന്നതേ. അങ്ങോട്ട് മടങ്ങരുത്. കാരണം എന്താ? ഫ ഇന്നഹ അർദു സൂഇൻ, ആ നാടെന്താണ്? ചീത്ത നാടാ, ചീത്ത നാടാണ്, അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു. ഫൻ തലഖ, അങ്ങനെ ഇയാൾ ഈ ആലിമ് പറഞ്ഞ നാട്ടിലേക്ക് പോയി ഹത്താ ഇദാ നസഫത്ത് ത്വരീഖ്, വഴിയുടെ പാതിയിലെത്താനായി. നസഫ എന്ന് പറഞ്ഞ നിസ്ഫ്, പാതിയായി, വഴിയുടെ പാതിയായി. അതാഹുൽ മൗത്ത്, അവിടെ വെച്ച് അദ്ദേഹത്തിന് മരണം വന്നു. നടന്ന് ഇങ്ങനെ പോവാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്ത് പോവാണ്, വഴിയുടെ പകുതി എത്തിയപ്പോൾ ഇയാൾ എന്തായി? മരണം വന്നു. ഫഖ്തസമത് ഫീഹി, ഇയാളുടെ വിഷയത്തിൽ തർക്കമുണ്ടായി. ആരാ തർക്കിച്ച്? മലായിക്കത്തുർ റഹ്മ വ മലായിക്കത്തുൽ, റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും തമ്മിൽ തർക്കമുണ്ടായി. മനസ്സിലായില്ലേ? റഹ്മത്തിൻ്റെ മലക്ക് എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ മലക്ക്, അദാബിൻ്റെ മലക്ക് എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ മലക്ക്. ഈ രണ്ട് ഗ്രൂപ്പ് മലക്കുകൾ തമ്മിൽ എന്തായി? തർക്കമായി. എന്താ തർക്കം? ഫഖാലത്ത് മലായിക്കത്തുർ റഹ്മ, ഈ റഹ്മത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ജാഅ തായിബൻ മുഖ്ബിലൻ, ജാഅ, ഈ കൊലയാളി വന്നിട്ടുള്ളത് തായിബൻ, തൗബ ചെയ്തുകൊണ്ടാണ്. മുഖ്ബിലൻ ബി ഖൽബിഹി ഇലല്ലാഹ്, മനസ്സുകൊണ്ട് അള്ളാഹുവിനെ സ്വീകരിച്ചുകൊണ്ടാണ് അവൻ വന്നിട്ടുള്ളത്. തൗബയും ചെയ്താണ്. പിന്നെ മറ്റേ ആൾ പറഞ്ഞ എന്താ? ഇവിടുന്ന് പോയിക്കോ, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ, അവിടെ ആൾക്കാരെ ഇബാദത്ത് ചെയ്ത് അള്ളാഹിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നുണ്ട്, അവിടെ പോയി ഇബാദത്ത് ചെയ്ത് ജീവിച്ചോന്നാ. അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് ഇയാൾ. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തയ്യാറായി തൗബയും ചെയ്താണ് എന്ത് ചെയ്തത്? വന്നിട്ടുള്ളത് എന്ന് ആര് പറഞ്ഞു? റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണം അദ്ദേഹത്തെ എന്നാണ് മലായിക്കത്തുർ റഹ്മകളുടെ വാദം. ഫഖാലത്ത് മലായിക്കത്തുൽ അദാബ്, അപ്പോൾ അദാബിൻ്റെ മലായിക്കകൾ പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്ത്, ആഹാ അയാൾ തൗബ ചെയ്തു എന്നാ ശരി, പക്ഷേ ഇന്നഹു ലം യഅമൽ ഖൈറൻ, അയാൾ ഖൈർ ചെയ്തിട്ടേ ഇല്ല, ഖത്തുൻ, ഒട്ടും തന്നെ ചെയ്തില്ലല്ലോ, അതിനുള്ള ചാൻസ് ആയി കിട്ടിയിട്ടില്ല, സമയമായിട്ടില്ല. ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തുൻ, ഒട്ടും അയാൾ നന്മ ചെയ്തിട്ടില്ല. അങ്ങനെ തമ്മിൽ ഭയങ്കര തർക്കമാണ്. ആര് തമ്മിൽ? റഹ്മത്തിൻ്റെ മലായിക്കത്തും അദാബിൻ്റെ മലായിക്കത്തും തമ്മിൽ തർക്കണം. ഫഅതാഹും മലക്കുൻ ഫീ സൂറത്തി ആദമിയ്യിൻ, അപ്പോൾ മനുഷ്യന്റെ രൂപത്തിൽ ഒരു മലക്ക് അവരെ സമീപിച്ചു. സൂറത്തി ആദമിയ്യിൻ, മനുഷ്യന്റെ രൂപത്തിൽ ആര് വന്നു? മലക്ക് വന്നു. ഫജഅലൂഹു ബൈനഹും, അപ്പോൾ അവനെ അവർക്കിടയിൽ ആക്കി. എന്താക്കി? ഐ ഹക്കമൻ, വിധി പറയാനുള്ള ആളാക്കി. ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ട്, അതുകൊണ്ട് വിധി പറയണം. ഫഖാല, അപ്പം ഈ ഹാക്കിമായ മലക്ക്, മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു, ഖീസു, നിങ്ങൾ അളന്നു നോക്കൂ. ഖാസ എന്ന് പറഞ്ഞാൽ അളന്നു. ഖീസു, നിങ്ങൾ അളക്കൂ. മാ ബൈനൽ അർളൈനി, രണ്ട് ഭൂമിയുടെയും രണ്ട് സ്ഥലത്തിൻ്റെയും ഇടയിലുള്ള ദൂരം. ഇയാൾ പോകുന്ന സ്ഥലം
എത്താനുള്ള അതാണ് 2 സ്ഥലം. ഫഇല അയ്യത്തിഹിമ കാന അദ്ന ഫഹുവ ലഹു. ഫഇല അയ്യത്തിഹിമ, ഈ 2 സ്ഥലത്തിൽ ഏതിലേക്കാണോ കാന അദ്ന അയാൾ ഏറ്റവും അടുത്തിരിക്കുന്നത് ഫഹുവ ലഹു, അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പരിഗണിക്കപ്പെടേണ്ടത്. എന്ന് വെച്ചാൽ ഇയാൾ പോകുന്ന സ്ഥലം മോശമായ സ്ഥലം, ഇയാൾ പോണ സ്ഥലമോ നല്ല സ്ഥലം. അപ്പോൾ അത് അളക്കുക, ഇയാളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വെച്ചിട്ട് അളക്കുക. എങ്ങോട്ടാണ് അയാൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അങ്ങനെയാണ് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത്. ഫഖാസു, അങ്ങനെ ഇവരെന്ത് ചെയ്തു? അളന്നു. ഫവജദൂഹു, അപ്പോൾ അവർ കണ്ടു, അദ്ദേഹത്തെ കണ്ടു. അദ്നാ ഇലൽ അർദില്ലത്തി അറാദ, ഉദ്ദേശിച്ച നല്ല ആ സ്ഥലത്തോടാണ് ഇയാൾ ഏറ്റവും അടുത്തത്. കുറേ ദൂരം വന്നിട്ടുണ്ടാവും എന്നർത്ഥം, അടുത്തത് എന്ന് കണ്ടു. അങ്ങനെ ഫഖബലതുഹു, അദ്ദേഹത്തിനെ പിടിച്ചു. ആര്? മലായിക്കത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ മലായിക്കത്തു. ഇപ്പോൾ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾക്കാണ് പിന്നെ അവകാശം, അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പിടിച്ചു. ഇതാണെന്ത്? ഹദീസ്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞു കൊടുത്താണ് സഹാബികൾക്ക്, തൗബയെക്കുറിച്ച് മനസ്സിലാൻ വേണ്ടി, തൗബയുടെ വലിപ്പം മനസ്സിലാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞു കൊടുത്താൽ. സംഭവം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഒരാൾ ഒരു മുമ്പുള്ള സമൂഹത്തിൽ, ബനൂ ഇസ്രായേൽ സമൂഹമായിരിക്കുമെന്നാണ് ഈ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത്. മുമ്പുള്ള ഒരു സമൂഹത്തിൽ ഒരാൾ ഇത്രയും ആളെ കൊന്നു, 99 ആളെ കൊന്നു. എന്നിട്ട് അയാൾ ചെന്നു, അയാൾ ചോദിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും വിവരമുള്ള ആളെക്കുറിച്ചാണ്. മനസ്സിലായില്ലേ? പക്ഷേ അയാൾക്ക് കിട്ടുന്നത് ആരെയല്ല? വിവരമുള്ള ആളെയല്ല. അതാണ് അതിലെ വിഷയം. ഞാൻ അതുകൊണ്ട് ഞങ്ങൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞേ. ചോദിച്ചത് ആലിമു അഹ്ലല്ല, പക്ഷേ ഫദുല്ല അല റാഹിബിൻ എന്ന്. വിവരമുള്ള ആളെയല്ല കണ്ടത്, പിന്നെ കൂടുതൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കണ ഒരാളെയാണ് കണ്ട്. ആണ് റാഹിബ് എന്ന് പറഞ്ഞു. ആലിമും റാഹിബും തമ്മിലുള്ള വ്യത്യാസം എന്നുവെച്ചാൽ അയാൾ കാണേണ്ട ആളെയല്ല എന്ത് ചെയ്ത് കണ്ടത് എന്നർത്ഥം. കാണേണ്ടത് ആലിമിനായിരുന്നു, പക്ഷേ കണ്ടത് ആരെയാണ്? അതുകൊണ്ട് തന്നെ അയാളോട് ചോദിച്ചു, ഞാൻ അങ്ങനെ 99 ആളെ കൊന്നു, എനിക്ക് തൗബണ്ടോ എന്നാ, അല്ലെങ്കിൽ 99 ആളെ കൊന്ന ഒരാൾക്ക് തൗബണ്ടോ എന്നാ. ഇയാൾക്ക് പറയാനുള്ള വിവരമല്ല, അതുകൊണ്ട് അയാൾ പറഞ്ഞു എന്ത്? ഇല്ല. അയാൾ അതല്ലല്ലോ പറയണ്ട്, എത്ര തെറ്റ് ചെയ്താലും എന്തുണ്ട്? പക്ഷെ സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം പിന്നെ ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്ത്? ഇയാളെയും വകവരുത്തി. അപ്പം എത്രയായി? 100ആയി. പിന്നെ ഇയാൾ അന്വേഷിച്ചു, ആരാണ് ഈ ഭൂമിയിൽ ഏറ്റവും വിവരമുള്ള ആൾ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു. അങ്ങനെ വിവരമുള്ള ഒരാളെടുത്തെത്തി. അതാണ് രണ്ടാമത് പറഞ്ഞ എന്താ? ആലിമിൻ്റെ അടുത്തെത്തി എന്ന്. ആലിമിനോട് ചോദിച്ചു, അല്ല എനിക്ക് തൗബണ്ടോ എന്ന്. അയാൾ ഉണ്ട് എന്നല്ല മാത്രമല്ല പറഞ്ഞത്, അയാളൊരു ചോദ്യവും ചോദിച്ചു, ആരാണ് ഒരു മനുഷ്യൻ്റെയും തൗബൻ്റെയും ഇടയിൽ തടസ്സം നിൽക്കുക? ആരാണ്? മനസ്സിലായില്ലേ? അതാണ് ഫമൻ യഹൂലു ബൈനഹു വബൈന തൗബ. 100 ആളെ കൊന്ന ഒരു തെറ്റ് ചെയ്ത ഒരാൾ, അയാളുടെയും തൗബയുടെയും ഇടയിൽ ആരാ തടസ്സം നിൽക്കുക? അങ്ങനെ ഒരാളില്ല എന്നർത്ഥം. അങ്ങനെ ഒരു തടസ്സത്തിന് ആർക്കും പറ്റൂല. തീർച്ചയായും എന്തുണ്ട്? തൗബയുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്നിട്ട് ഇയാളുടെ വക ഒരു ഉപദേശമാണ്. ആ ഉപദേശമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. അതെന്താ? ഇയാൾ പറഞ്ഞു കൊടുക്കണത് എന്താ? നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ, അവിടെ ആളുകൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾ ഇബാദത്ത് ചെയ്ത് ജീവിച്ചോ. നിങ്ങളുടെ ഭൂമിയിലെ നാട്ടിലേക്ക് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? തിരിച്ചു പോകരുത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഹദീസിലുള്ളത്. ഭയങ്കരമായി തിന്മകൾ നിറഞ്ഞ ഒരു നാട്ടിലേക്ക് നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. പറ്റും. അവിടുന്ന് മാറണം. അല്ലെങ്കിൽ നമ്മളും എന്താവും? ആ തിന്മയിൽ നമ്മളും പെട്ടുപോകും. മനസ്സിലായില്ലേ? ഇനി ഒരുപാട് തിന്മയിൽ നമ്മളിങ്ങനെ ഒരു നാട്ടിലാണ്, നമ്മൾ തൗബയൊക്കെ ചെയ്ത് നന്നായി, ഞാൻ എന്നാലും വീണ്ടും അവിടെ പോയി ജീവിച്ചോളാം എന്ന് നമ്മൾ എന്താക്കേണ്ട? തീരുമാനിക്കേണ്ടെന്നർത്ഥം. അല്ല നല്ലത്. കാരണം എന്താ? എത്ര പിടിച്ചു നിന്നാലും ചിലപ്പോൾ എന്തായി പോവും? പെട്ടുപോകും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം. അദ്ദേഹം ഉപദേശിക്കണത് എന്താ? നിങ്ങൾ അവിടേക്ക് പോകണ്ടെന്നാ, നിങ്ങൾ ഇന്നെ വേറെ സ്ഥലമുണ്ട് അങ്ങോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോണ വഴിയിൽ വെച്ചാണ് ഇയാൾ എന്ത് ചെയ്യണത്? മരിക്കണത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. അയാൾ മരിച്ചു. മരിക്കാനുള്ള രംഗമാണ്, മരിച്ചിട്ടുള്ള മരിക്കാനുള്ള രംഗമാണ്. അപ്പോൾ അവിടെ മലായിക്കത്തുർ റഹ്മയും മലായിക്കത്തുൽ അദാബും തമ്മിൽ എന്തായി?
തർക്കമായി. മനസ്സിലായില്ലേ? എങ്ങനെയിരിക്കും ആ തർക്കം നമുക്കറിയില്ല. അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്തോളാം, വിശ്വസിച്ചോളാം. അങ്ങനെ തർക്കിക്കോ മലക്കുകൾ തമ്മിൽ നമുക്കറിയില്ല. റസൂൽ അങ്ങനെ പറഞ്ഞെന്ത്, ഫഖ്തസമത് ഫീഹി മലായികത്തുർ റഹ്മത്തി വ മലായികത്തുൽ അദാബ്. മലായിക്കത്തുകൾ, റഹ്മത്തിൻ്റെ മലായിക്കത്തുകളും അദാബിൻ്റെ മലായിക്കത്തുകളും തമ്മിൽ എന്തായി, തർക്കമായി. നമുക്കറിയില്ല. റസൂലുള്ള പറഞ്ഞു എന്ത്, അവർ തർക്കിച്ചു എന്ന്. ഇനി തർക്കത്തിൻ്റെ വിഷയം കൂടി റസൂലുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ തർക്കം? മലായിക്കത്തുർ റഹ്മ പറഞ്ഞു, ഈ മനുഷ്യൻ തൗബ ചെയ്ത് അള്ളാഹുവിനെ മനസ്സിൽ കണ്ട് ഇബാദത്ത് ചെയ്ത് നല്ലവനായി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഇയാളുടെ റൂഹ് പിടിക്കാനുള്ള അവകാശം. മനസ്സിലായില്ലേ? അപ്പോൾ മലായിക്കത്തുൽ അദാബ് എന്താ പറഞ്ഞത്? അയാൾ ശരിയാ, പക്ഷെ അയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ലല്ലോ. 100 ആളെ കൊന്ന ഒരാളല്ലേ, ഒരു നന്മയും അയാൾ അതിന് ശേഷം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കാണ് എന്ത്, ഇയാളുടെ റൂഹ് കിട്ടേണ്ടത് ഞങ്ങൾക്കാണ് എന്നാണ് മലായിക്കത്തുൽ അദാബിൻ്റെ വാദം. മലക്കുകൾ അങ്ങനെ എന്ത് ചെയ്തു, പരസ്പരം തർക്കിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുക. എങ്ങനെയാണ് മലക്കുകൾ തർക്കിക്കുക? നമ്മൾ തർക്കിക്കണ മാതിരിയാണോ? നമുക്കറിയില്ല. മനസ്സിലായില്ലേ? കാരണം അത് മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ സൃഷ്ടികളാണ്. അതിനെക്കുറിച്ച് റസൂൽ എന്താണോ പറഞ്ഞത് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക, വിശ്വസിച്ചു. അതിനാണ് വിശ്വാസി എന്ന് പറയുന്നത്. മൂമിൻ, ഈമാൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ എന്താണ്, ഗൈബിയായ സൃഷ്ടികളാണ്. ഗൈബിയായ സൃഷ്ടികളെ സംബന്ധിച്ച് എന്താണോ അള്ളാഹു പറഞ്ഞത്, റസൂൽ പറഞ്ഞത്, അങ്ങനെ വിശ്വസിച്ചോളാം. എങ്ങനെ ഇത് തർക്കിക്കുക? മലക്കുകൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുമോ? നമുക്കറിയില്ല. ഇനി അതിനേക്കാൾ അത്ഭുതം വരാൻ പോകണം. അതെന്താ? തർക്കിക്കുമ്പോൾ ഫഅതാഹും മലക്കുൻ, വേറൊരു മലക്ക് വരിക. അതെങ്ങനെ വരണത്? ഫി സൂറത്തി ആദമിയ്യിൻ, മനുഷ്യൻ്റെ രൂപത്തിൽ മലക്ക് വന്നു എന്നാ. മലക്ക് വരാം, പക്ഷേ മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന അത് മലക്കാണ് എന്ന് റസൂൽ അവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായി, മനസ്സിലായി. അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇബ്രാഹിം നബിക്ക് മനസ്സിലായിണോ? മനസ്സിലായില്ല. ഇബ്രാഹിം നബിൻ്റെ അടുത്ത് മലക്ക് വന്നില്ലേ? ആരുടെ രൂപത്തിൽ? മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു. മനസ്സിലായില്ല. എന്തേ മനസ്സിലാഞ്ഞ്? അങ്ങനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലക്കെന്താണ്, ഗൈബിയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്ത്, മറ്റേ പൊരിച്ച പിന്നെ മൂരിക്കുട്ടിയെ അതിങ്ങനെ എന്താ നിങ്ങളെന്താ അലാ തെക്കുലൂ, നിങ്ങളെന്താ തിന്നണില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ തിന്നുവോ? നമ്മൾ തിന്നൂല. കാരണം നമ്മൾ നിങ്ങളെ മാതിരി തിന്നണ സാധനങ്ങളല്ല. നിങ്ങളും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ്റെ രൂപത്തിൽ മലക്ക് വന്നു. അങ്ങനെ വരാം. ജിബ്രീൽ പല രൂപത്തിലും വന്നിട്ടുണ്ടല്ലോ റസൂലുള്ളാഹിൻ്റെ അടുത്ത്, വരാം. അപ്പം അതൊന്നും എന്തല്ല, നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമല്ല, സംശയിക്കേണ്ട കാര്യമല്ല. ഹദീസിൽ എന്താണുള്ളത് അങ്ങനെ വിശ്വസിച്ചോളൂ. കാരണം എന്താ, റസൂലുള്ളാഹി പറഞ്ഞതാ. ഇനി ഈ ഹദീസാണെങ്കിൽ മുത്തഫഖുൻ അലൈഹിയാണ്. നമുക്കറിയാലോ, സ്വീകരിക്കാൻ ഏറ്റവും പറ്റിയ ഹദീസാണ് എന്ത്, മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്താൽ. അപ്പം നമുക്കറിയാത്ത നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ വിശ്വസിക്കൂല എന്ന് പറയണ്ട. നമുക്ക് കുറച്ചല്ലേ അറിയുള്ളൂ, കുറച്ചേ അറിയുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗൈബിയായ വിഷയങ്ങൾ നമുക്കറിയില്ല. അള്ളാഹു റസൂലും പറഞ്ഞു തന്നല്ലാതെ വേറൊന്നും അറിയില്ല. ഓക്കെ, അങ്ങനെ വന്നു. ഇനിയാണ് രസം. നോക്കൂ, ഫജഅലൂഹു ബൈനഹും. അപ്പം രണ്ട് വിഭാഗം മലക്കുകളും കൂടിയിട്ട് ഈ മൂന്നാമൻ എന്താക്കി, ഹാക്കിമാക്കി, വിധി. ഞാൻ ഒന്ന് വിധി പറയും, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് വിധി പറഞ്ഞു. എങ്ങനെയാണ് വിധി? ഖീസു മാ ബൈനൽ അർളൈൻ, ഈ രണ്ട് ഭൂമിയിലേക്കുള്ള ദൂരം ഇവിടുന്ന് കണ്ട് അളന്നോളി. ഇപ്പം നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇയാൾ നിൽക്കുന്ന സ്ഥലം അവിടെ നിന്ന് അളന്നോ എന്ന് പറഞ്ഞു. എന്നിട്ട് എവിടേക്കാണോ ഇയാൾ അടുത്ത് നിൽക്കുന്നത് അവർക്കാണ് എന്ത്, അവകാശം. അങ്ങനെയാണ് പരിഗണിക്കപ്പെടേണ്ടത്. അങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഈ നല്ല സ്ഥലത്തേക്കാണ് ഇയാൾ അടുത്തത്. അപ്പോൾ അവകാശം ആർക്ക് കൊടുത്തു? മലായിക്കത്തുർ റഹ്മക്ക് കൊടുത്തു. അങ്ങനെ ഫഖബലതുഹു മലായിക്കത്തു അർ-റഹ്മ, റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, റൂഹ് പിടിച്ചു എന്നാണ്. അപ്പോൾ ഇതിലെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിക്കണം, കൊല എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കൊലക്ക് പോലും എന്തുണ്ട്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു
അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്ത എന്തും അല്ലാഹു എന്ത് ചെയ്യും? അതാണ് നമ്മൾ മനസ്സിലാക്കുക. എന്തും അല്ലാഹു പൊറുക്കും. ഈ കൊലഞ്ഞാൽ എന്താ ശരിക്ക്? അതിൻ്റെ താഴെയുള്ളതാ, അതിൻ്റെ ശിർക്കിൻ്റെ താഴെയുള്ളതാണ്. അതുപോലും അല്ലാഹു എന്ത് ചെയ്യും? പൊറുക്കും എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് നമ്മൾ ശരിക്ക്. പക്ഷെ കൊല ചെറിയ പാപ്പല്ല, മനസ്സിലായില്ലേ? മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. മഹാപാപങ്ങൾ പോലും അല്ലാഹു എന്ത് ചെയ്യും? പൊറുക്കും. അതും ഒരു പ്രാവശ്യമല്ല. ഇയാൾ എത്ര എണ്ണ കൊന്നത്? 100 എണ്ണമാണ് കൊന്നത്. 100 എണ്ണമാണ് കൊന്നത്. 100 എണ്ണം കൊന്നിട്ട് പോലും അല്ലാഹു എന്ത് ചെയ്യും? പൊറുക്കും. തൗബ ഉണ്ട് 100 ആളെ കൊന്നവർക്ക് പോലും എന്നതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. കാരണം അല്ലാഹു അത്രമാത്രം വിശാലവാനാണ്. അത്ര വിശാലതയാണ് അല്ലാഹു. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു കാത്തു നിൽക്കുക. എന്തിന്? അവൻ തൗബ ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. ഇപ്പം ഈ ഹദീസുകളൊക്കെ പഠിച്ചിട്ട് ഈ ഹദീസൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളിതൊരു കഥ കേട്ട് അല്ലെങ്കിൽ ഹദീസ് പഠിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്, ജീവിതത്തിലുണ്ടാകണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു തെറ്റ് എൻ്റെ അടുത്ത് വന്നു എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തൗബ ചെയ്യണം. തൗബൻ്റെ രീതിയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ആമുഖമായി. ഉടനെ ചെയ്യണം. ഒരു തരത്തിലുള്ള വൈമനസ്യവും പാടില്ല. ഇയാൾ എന്ത് വിചാരിക്കും? എനിക്കൊരു തെറ്റ് പറ്റി, അത് തെറ്റായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞാൽ മറ്റവരെന്ത് വിചാരിക്കും? അത് നമുക്ക് വിഷയമാകരുത്. നമ്മളെ വിഷയം എന്തായിരിക്കണം? അള്ളാൻ്റെ അടുത്ത് രക്ഷപ്പെടലാകണം. മനസ്സിലായില്ലേ? നമ്മളെ ഖബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും. ഇവലെന്ത് വിചാരിക്കും എന്ന് കാത്തുന്ന ഓലുണ്ടാവോ? ഖബറിൽ ഉണ്ടാവില്ല. നമ്മളെ വിചാരണയ്ക്ക് നമ്മൾ ഒറ്റക്കായിരിക്കും. ഇവരാരും വക്കാലത്ത് പറയാൻ ഉണ്ടാവില്ല. നമ്മൾ ഓർക്കണത്. മനസ്സിലായില്ലേ? സിറാത്തുമ്മൽ നമ്മൾ ഒറ്റക്കായിരിക്കും. ആരും പിടിക്കാണ്ടാവില്ല. മനസ്സിലായി? കക്ഷികളോ കക്ഷിത്വത്തിൻ്റെ ആളുകളോ ഒരാളും ഉണ്ടാവില്ല. ഈ 3 സ്ഥലത്തും ആരും ഉണ്ടാവില്ല. ഖബറിലും ഉണ്ടാവില്ല, ഹിസാബിൻ്റെ അടുത്തും ഉണ്ടാവില്ല, സിറാത്തിലും ഉണ്ടാവും. അതാണ് നമ്മളെ തൗബക്ക് പ്രേരിപ്പിക്കേണ്ടത്. ഈ 3 സാധനമായിരിക്കും. ഒരു തെറ്റ് വന്നു എന്ന് തോന്നിയാൽ ഉടനെ, തെറ്റാണെന്ന് മനസ്സിലായാൽ ഒരു മിനിറ്റ് പോലും നിൽക്കാതെ നമ്മൾ എന്താകണം? മടങ്ങണം. ആരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ വിഷയം എൻ്റെ ഖബറും എൻ്റെ ഹിസാബും എൻ്റെ സിറാത്തുമാണ് എന്ന ചിന്ത നമ്മളെ മനസ്സിലുണ്ടാകണം. നമ്മളെ തൗബയിൽ നിന്ന് തടയുക, ഞാൻ പറഞ്ഞു, ശുബ്ഹത്തും ഷഹ്വത്തുമാണ്. ഈ ഷഹ്വത്ത് ഭയങ്കര പ്രശ്നമാണ് തൗബൻ്റെ. പ്രത്യേകിച്ച് ആൾക്കാരൊക്കെ അറിയണതാണെങ്കിലോ ഈ ഷഹ്വത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അവരൊക്കെ അറിയില്ല. ഇപ്പോൾ ഞാനങ്ങനെ അയാളോട് മാപ്പ് ചോദിച്ചു എന്ന്. ഞാൻ ഇപ്പോൾ നിങ്ങളോടൊരു തെറ്റ് ചെയ്ത് നോക്കുക. ഞാൻ നിങ്ങളോട് മാപ്പ്, ചിലപ്പോൾ നിങ്ങൾ 4 ആളോട് പറയും, എന്തേ മൂപ്പര് എൻ്റെ അടുത്ത് വന്നിരുന്നു, മൂപ്പര് ചെയ്ത് മോശമായിപ്പോയി, തെറ്റായിപ്പോയി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കും പറഞ്ഞേ, എന്നാലും അങ്ങനെ ആൾക്കാരറിയില്ലേ. അതാണ് ഷഹ്വത്ത് എന്ന് പറഞ്ഞത്. എൻ്റെ ഇച്ഛ എന്നെ സമ്മതിക്കൂല, ആൾക്കാരറിയും, അതുകൊണ്ട് ഞാൻ മൂപ്പരെടുത്ത് എന്ത് ചെയ്യാൻ പോകില്ല. ഈ ചിന്ത നമുക്കുണ്ടാകും. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ 3 സംഗതികളാണ്. മനസ്സിലായില്ലേ? 2 സംഗതികൾ നമ്മളെ തടയും. അത് ശുബ്ഹത്തും ഷഹ്വത്തുമാണ്. തൗബ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് നമ്മുടെ ഖബറും നമ്മുടെ ഹിസാബും നമ്മുടെ സിറാത്തുമാണ്. ഇപ്പോൾ ഇനി അങ്ങനെ നമുക്ക് ആരോടും പറയാം, ഇത് എൻ്റെ പ്രശ്നമാണ്, എൻ്റെ വിഷയമാണ്, നിങ്ങളിൽ ഇടപെടണ്ട. അത് മോശമല്ലേ, നമ്മളെ തറവാടിന് മോശമല്ലേ എന്നാ പറയാം, അല്ലെങ്കിൽ നമ്മളെ പാർട്ടിക്ക് മോശമല്ലേ, നമ്മളെ നാട്ടിന് മോശമല്ലേ എന്നൊക്കെ പറയാം. എന്ത് തറവാടും എന്ത് പാർട്ടി എന്ത് നാടും ഒക്കെ ഇവലൊക്കെ ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ ഏതാ? സലീമുൻ മിനദ്ദുനൂബി വൽ മആസി. അതാണ് എല്ലാവിധ തെറ്റുകളിൽ നിന്നും സുരക്ഷിതമായ മുക്തമായ മനസ്സിൻ്റെ ഉടമയായി അള്ളാഹിനെ കണ്ടാലേ എന്തുണ്ടാവുള്ളൂ? രക്ഷയുണ്ടാവുള്ളൂ. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ തൗബയെ സംബന്ധിച്ചുള്ള ഈ വിഷയങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഉയർന്ന മാനസികാവസ്ഥ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ റബ്ബേ, അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ടോ അവയവങ്ങളെ കൊണ്ടോ ഞങ്ങൾ ചെയ്ത വല്ല തെറ്റുകളും ഇനി പൊറുക്കാത്തതായി ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം പുറത്ത് നീ മാപ്പാക്കി തരണമേ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.